നമുക്കിന്ന് നമുക്ക് ഞണ്ട് കറി വെക്കാം. ഞങ്ങൾക്കൊക്കെ തൊണ്ടവേദനയാണ് കേട്ടോ. തൊണ്ടവേദന അല്ലേ? അപ്പൊ നമുക്ക് ഞണ്ട് കറി. അപ്പൊ ഞണ്ട് കറി വെക്കാം. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? ഇന്ന് സൺഡേ ആണ്. സ്വത്തുവിന്റെ സ്പെഷ്യലാണ് ഞണ്ട് അല്ലേ മുന്ന? പിന്നെതാ കട്ടില മീനും പൊന്തണില്ല ഇങ്ങനെ പിടിച്ചടാ. പിന്നെ കട്ടില മീന്, പിന്നെ ഞണ്ട് കടിച്ചു. അപ്പൊ ഇത് നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞണ്ടും കൊണ്ട് എന്തായാലും തൊണ്ടക്കൊക്കെ ഭയങ്കര അസുഖല്ലേ. അപ്പൊ നമുക്ക് ഞണ്ട് നല്ല ചൂടുള്ള ഞണ്ട് കുരുമുളക് ഇട്ടിട്ട് നല്ല അങ്ങോട്ട് പരട്ടി എങ്ങനെ കഴിക്കുക? സൂപ്പറായിട്ട് കഴിക്കാം. അപ്പൊ നമുക്ക് ഇതിനങ്ങോട്ട് കട്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഞങ്ങൾ കട്ട് ചെയ്യട്ടെ കേട്ടോ. കട്ട് ചെയ്തിട്ട് വരാം. അപ്പൊ സൺഡേ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ഞങ്ങൾക്ക് ഇതാ കട്ട്ല മീനാണ് കേട്ടോ. കട്ട്ല മീനും ഞണ്ടുമാണ് ഇന്നത്തെ സ്പെഷ്യല്. എൻ്റെ വോയിസിനൊക്കെ ഒരുപാട് മാറ്റം വന്നിക്കാണ്. എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റാതെ തൊണ്ടക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ. നമ്മൾ നോമ്പൊക്കെ അല്ലേ, അപ്പം ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞാനത് കട്ട്ല മീൻ അങ്ങോട്ട് ക്ലീൻ ആക്കിയൊക്കെ അതിൻ്റെ വയറ്റിലതാ നിറയെ മുട്ടുണ്ട് കേട്ടോ. അതിനങ്ങോട്ട് മാറ്റി ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെച്ചു. ഒക്കെപ്പാടം തന്നെ ചെയ്യാൻ ഞാൻ ഈ 2 കൈ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു. അങ്ങനെ ഇതാ മീനൊക്കെ നല്ല ക്ലീനാക്കി അതിലേക്ക് മസാല ഇടാനിതാ. അങ്ങനെ എൻ്റെ പൊരിക്കണ മസാല എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ മിക്സിയുടെ ചാറങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 5-8 ഇല്ലി വെളുത്തുള്ളി, പിന്നെ 2 ചെറിയ ഉള്ളിയും ചേർത്ത് മിക്സിയിലുണ്ട് അടിച്ച്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അരച്ച് വെച്ച് അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് പുരട്ടിയെടുത്തു. എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന മീൻ പൊരിച്ചത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ. എന്നോട് പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് തരില്ല കേട്ടോ. പക്ഷെ ഞാൻ കട്ട് ചെയ്യാൻ വെച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഉള്ളി തൊളിച്ചാൻ ഒന്നും തൊളിച്ചില്ല. സ്വത്തൂരിയത് കൊടുത്തയച്ചു തൊളിച്ചാൽ മതി. തൊലിച്ച് നല്ല സ്വത്ത് ഇങ്ങനെ ഭയങ്കര ഫൈറ്റ് ചെയ്യുന്നു. ഇമ്മൊറ്റക്ക് കഷ്ടപ്പെടുന്ന ഞാൻ കൊണ്ടേ കൊടുത്തോളാം കേട്ടാ. അങ്ങനെ പറഞ്ഞിട്ട് സ്വത്ത് കൊണ്ടേ കൊടുത്തു. അപ്പൊ കായം തിരുമ്പിട്ടോ. ഇനി നമുക്ക് ഞണ്ട് ചാറ് വെച്ചിട്ട് പിന്നെ ഞണ്ടിനെ ക്ലീൻ ആക്കാം. മീൻ വെക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് അറിയണ്ടല്ലോ. കാരണം എൻ്റെ മീൻ വെപ്പ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അതുകൊണ്ട് ഞാനതങ്ങോട്ട് പറയണില്ല കേട്ടോ. അങ്ങനെ മീനൊക്കെ വെച്ച് മീൻ കറിയും വെച്ച് കായം തിരുമ്പി വെച്ചു മീനിക്ക്. അപ്പോൾ പിന്നെ പകുതി പണി പോയി. അപ്പം ഇനി ഞണ്ട് എടുത്തിട്ട് ആശ്വാസം പോലെ നമുക്കതിനങ്ങോട്ട് ക്ലീൻ ആക്കാം കേട്ടോ. ഈ ഞണ്ട് ക്ലീൻ ആക്കാൻ ആർക്കും അറിയില്ലല്ലോ. എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ സിമ്പിളാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി ആണ് കേട്ടോ. നന്നാക്കാൻ അറിയാത്തവരോട് ഞാൻ പറഞ്ഞുതരട്ടെ എങ്ങനെയെന്നറിയും. ഞണ്ടിൻ്റെ ഇവിടെ കണ്ടോ ഇതൊരു ഞണ്ടാണ് കേട്ടാ. ഞണ്ടിൻ്റെ ഈ ബാക്ക് ഭാഗല്ലേ, ഇവിടെ ഒരു ഓട്ടയുണ്ട്, ഇവിടെ ഒരു ഓട്ടയുണ്ട്. ആ ഓട്ടമ്മ അങ്ങോട്ട് പിടിക്കുക കേട്ടാ. കേട്ടോ ഇതാട്ടാ ഇങ്ങനെയാണ് കേട്ടോ. ഞണ്ട് നന്നാക്കാൻ അറിയില്ല പറഞ്ഞിട്ടേ ഇക്ക എന്നും കടയിൽ കൊടുക്കലാണ്. കടയിൽ കൊടുക്കുമ്പോൾ പകുതി മുക്കാലായിട്ട് കൈവരൊക്കെ വെട്ടിക്കളയും. നമ്മൾ 400 രൂപ 300 രൂപ മുക്കാൽ വെട്ടിക്കളയും കടയിൽ കൊണ്ട് നന്നാക്കുമ്പോ. അപ്പൊ ഞണ്ട് നന്നാക്കാൻ അറിയില്ല പറയുന്നവരോട് ഇങ്ങനെയാണ് കേട്ടോ. ഞണ്ട് നന്നാക്കുക.
ഞണ്ട് ക്ലീനാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. അതിൻ്റെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി കേട്ടോ. കേട്ടാ എന്നും എങ്ങനെ ക്ലീൻ ആക്കുമെന്ന് അറിയില്ല, അറിയാത്തവരോട് പറയാം. ഒരു ഈസിയാണ് ഞണ്ട് ക്ലീനാക്കാൻ, ഈസിയാണ് കേട്ടോ. ഞണ്ട് ഗ്രേവി കേട്ടോ, കുരുമുളക് ഇട്ടിട്ട് ഞണ്ടിനെയും കൊണ്ട് ഗ്രേവി ആക്കാം. പ്രശ്നം അങ്ങനെ ജലദോഷം തൊണ്ടങ്ങനെ കെട്ടി നിൽക്കാന്ന് വെച്ചെങ്കിൽ ഞണ്ട് വാങ്ങിച്ചിട്ട് ഞണ്ടും കൊണ്ട് കുരുമുളക് ഇട്ടിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നങ്ങൾക്ക് മാറി കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞണ്ട് വാങ്ങിയിട്ടുണ്ട്, അടിപൊളി ഞണ്ടാണ് കേട്ടോ. അതും കൊണ്ട് നമുക്ക് ഗ്രേവി കുരുമുളക് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് നോമ്പ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ താൻ ഞണ്ടിൻ്റെ ഗ്രേവി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പികളും കാര്യങ്ങളൊക്കെ എൻ്റെ മുന്നത്തെ ഏതൊക്കെ വീഡിയോയിലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഞണ്ടിൻ്റെ റെസിപ്പി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോറടിക്കും, എന്നാലും ഞാൻ ഷോർട്സിൽ അങ്ങോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്ന് 18ാമത്തെ നോമ്പാണ്. അപ്പോൾ നോമ്പ് തുറ ഇന്ന് സൺഡേയും കൂടിയാണ്. സൺഡേ ആയതുകൊണ്ട് ഒത്തിരി ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് വീഡിയോസും കാര്യങ്ങളും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാതെ. പിന്നെ പ്രത്യേകിച്ച് 18ാമത്തെ നോമ്പാണ്, ഞാൻ ഒറ്റയ്ക്ക് തന്നെയുള്ള നോമ്പറക്കാൻ. പിന്നെ പ്രത്യേകിച്ചിട്ട് വേറെ ഒന്നും ഉണ്ടാക്കാനും എനിക്കില്ല. കാരണം എണ്ണക്കടികളോടും അങ്ങോട്ട് വെറുത്തു കേട്ടോ. എണ്ണക്കടികൾ കഴിച്ചിട്ട് ആകെപ്പാടങ്ങോട്ട് ഇതായി എന്ന് പറയുന്നത്. ഞാൻ ഒറ്റക്കല്ലേ ഈ എണ്ണക്കടികൾ എത്രയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുക, ഞാൻ എന്നെ കഴിക്കല്ലേ തടി ഓവറായിട്ട് വരുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെതായി എണ്ണക്കടികൾ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടോ കടയിൽ നിന്ന് വാങ്ങിയിട്ടോ വെക്കാറുണ്ട്. ഇന്ന് എനിക്ക് വേണ്ടാന്നുണ്ടായിട്ടോ, അതുകൊണ്ടാണ് ഞാനൊന്നും വെക്കാന്നേ. അങ്ങനെതാ പിന്നെന്താ ഇതിലേക്ക് ഞാൻ ദോശയാണ് കേട്ടോ, ദോശ അല്ലെങ്കിൽ വെള്ളപ്പം രണ്ടിലൊന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ഞണ്ട് കറിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് 18ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ നോമ്പറക്കാൻ ഞാൻ ഒറ്റക്കായതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ 2 വെള്ളപ്പം ചുട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞില്ലേ. പിന്നെന്താ ചുടുവെള്ളത്തിൽ ടാങ്ക് കലക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ജ്യൂസ് അടിക്കാൻ പറ്റത്തില്ല, എൻ്റെ തൊണ്ട ആകപ്പാടങ്ങട്ട് ഒരു അടപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്തുകൊണ്ടെന്നറിയോ, ഈ തണുത്ത വെള്ളം ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് ആ ഉറുമ്പാമ്പായ ജ്യൂസ് ഇല്ലേ, അതാണ് എന്നെ പറ്റ കുടിക്കിയത് കേട്ടോ ഗെയ്സ്. അപ്പം നിങ്ങൾ നോമ്പ് വെക്കുമ്പോൾ ഉറുമ്പാമ്പായ ജ്യൂസ് ഉണ്ടാക്കരുത്. ഉറുമ്പാമ്പായ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, മാതളങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. അത് ഭയങ്കര തണുപ്പാണ്, ശരീരത്തിന് ബ്ലഡ് ഉണ്ടാവും പറഞ്ഞിട്ട് ഇക്ക് കൊണ്ടുവന്ന് തന്നതായിരുന്നു. പക്ഷേ എൻ്റെ തൊണ്ടൻ്റെ അടപ്പം അങ്ങോട്ട് അടഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ 18ാമത്തെ നോമ്പ് അൽഹംദുലില്ലാ പഠിച്ചോൻ ഇതുവരെ റാഹത്തിലും സമാധാനത്തിലും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും കൊണ്ടും ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ ഇവിടം വരെ. ഇനി നാളെക്കൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കട്ടെ. അങ്ങനെ ഞാനിതാ രാത്രിക്ക് പുലർച്ചക്കുള്ള മീൻ പൊരിക്കാണ് കേട്ടോ. അങ്ങനെ മീൻ പൊരിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അങ്ങനെ മീനൊക്കെ പൊരിച്ച് അവിടെയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം പള്ളിക്കന്ന് ഇങ്ങോട്ട് ബാങ്ക് കൊടുക്കുമ്പോഴേക്കും ഞാൻ അവിടെ മേശമ്മ കൊണ്ടുവച്ചിരുന്നു. സെറ്റ് ചെയ്യാനൊന്നുമില്ല കേട്ടോ, ഈ 2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്തിട്ട് വെറുതെ ഞാൻ വെച്ചിട്ട്, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് മേശമ്മ അങ്ങോട്ട് വെക്കും, ഞാനങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. കിടക്കണ വരെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും ഫ്രൂട്ട്സ്. ഇനി ഈ തൊണ്ടയുടെ പ്രശ്നമായ കാരണം 2 പീസ് ആപ്പിളും 2 പീസ് വാട്ടർ മെലോണും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ ഞണ്ട് ഗ്രേവിയും വെള്ളപ്പവും ഞാൻ ഞണ്ട് കഴിക്കണമെങ്കിൽ 2 കൈ വേണം കേട്ടോ. വെള്ളപ്പവും മീൻ കറിയും കൂട്ടി അതും കഴിക്കുക. അതിൻ്റെ മുമ്പ് എനിക്ക് ഫസ്റ്റ് ഞണ്ടാണ് കേട്ടോ. ഞണ്ട് ആദ്യം കഴിച്ചു ഞാനും സ്വത്തും. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും, ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരോടും സ്നേഹം മാത്രം. നിങ്ങളെ സപ്പോർട്ട്, നിങ്ങൾ ഞങ്ങളെ വെറുത്തിട്ടുള്ള കമൻ്റ് ഇടുമ്പോഴും നമുക്ക് അതിന് ഒരു വാല്യൂ ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാകണില്ല. അപ്പോൾ അതിനോട് എല്ലാവരോടും സ്നേഹം മാത്രമാണ് കേട്ടോ. തളർത്താനുള്ള കുറേ മെസ്സേജുകൾ, ഒരുപാട് തെറി മെസ്സേജുകളൊക്കെ ഒത്തിരി പേര് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും എൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ചടി കിട്ടുമായിരിക്കും. അത് ഞാൻ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ മനുഷ്യന്മാരല്ലേ, മറ്റുള്ളവരെ മാംസം ഭക്ഷിക്കാതെ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക.